വൈസ് പോവുകയാണെങ്കിലും 95% ഗേൾസും ചൂസ് ചെയ്യുന്നത് കുർത്ത ഇടാനാണ് അല്ലേ. അങ്ങനെ ഈ ഒരു കുർത്ത ഇടുമ്പോൾ അതിൽ നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറായി പോയില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പിയർ ബോഡി ഷേപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സൈഡിൽ സ്ലിറ്റ് വരുന്ന തരത്തിലുള്ള കുർത്തീസ് അവോയ്ഡ് ചെയ്തിട്ട് ഏലൈൻ കുർത്തീസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് നിങ്ങളുടെ ബോഡീനെ നല്ല ബാലൻസ്ഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കുറച്ച് ചബ്ബി ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഗാൻസ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ വരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ വീണ്ടും കുറച്ചും കൂടി ചബ്ബി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കുറച്ച് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കോട്ടൺ, ഡ്രയോൺ ഇതുപോലുള്ള കുർത്തീസൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നിങ്ങൾ കുറച്ച് മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വൈഡായിട്ട് കിടക്കുന്ന നെക്ക് ലൈൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് തോന്നിക്കുന്ന നെക്ക് ലൈൻസ് ചൂസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ബോട്ട് നെക്സ് ചൂസ് ചെയ്യാം, ക്ലോസ് നെക്സ് ചൂസ് ചെയ്യാം, കോളർ നെക്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോട്ട് നെക്സ് ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അധികം ഈ മെലിഞ്ഞ പോലെയും അല്ലെങ്കിൽ ഈ കഴുത്ത് നീളമുള്ള പോലെയും ഒന്നും തോന്നിക്കില്ല. അപ്പോൾ ഈ 3 ടിപ്സ് നിങ്ങൾ നെക്സ്റ്റ് ടൈം കുർത്ത ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കണേ.